ഇനി സ്റ്റേറ്റ് സ്കാൻ. അതെ. നമ്മൾ ജാർഖണ്ഡിലേക്കൊന്ന് പോവാം. തീർച്ചയായിട്ടും അവിടെയല്ലേ മറ്റേ മുഖ്യമന്ത്രി. അതെ അതെ. മുഖ്യമന്ത്രിയെ ജയിലിലാക്കിയ ജാർഖണ്ഡിൽ ജനം ആർക്കൊപ്പം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മേൽക്കൈ കിട്ടാറുള്ള സംസ്ഥാനമാണ്. അവിടെ ഇത്തവണത്തെ വിധി രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ നോക്കുകയാണ്. 14 സീറ്റുകളുള്ള ജാർഖണ്ഡിൽ 2004 ശേഷം UPAക്ക് 3 സീറ്റുകളിൽ കൂടുതൽ നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. തവണ എന്താകുമോ അല്ലേ? ഉയർന്ന ഗോത്രവർഗ ജനസംഖ്യയുള്ളതിനാൽ തെരഞ്ഞെടുപ്പിൽ നിർണായക സംസ്ഥാനമാണ് ജാർഖണ്ഡ്. സംസ്ഥാനത്തെ 14 ലോക്സഭാ സീറ്റുകളിലും 2014-ലും 19-ലും BJP കൈക്കുള്ളിൽ നിർത്തിയത് 12 ഇരിപ്പിടങ്ങളാണ്. ഭരണകക്ഷിയായ JMMന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതുവരെയും അനുകൂലമായിട്ടില്ല. ഇത്തവണ UPA മാറി ഇന്ത്യ മുന്നണിയാകുമ്പോൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം മാറുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. ഈ പൊതുതെരഞ്ഞെടുപ്പിന് മുൻപും പല രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ്. ഭൂമി ഇടപാട് കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറന്റെ അറസ്റ്റിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ അസ്ഥിരത ഉടലെടുത്ത സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനം ഭരിക്കുന്നത് അഴിമതി സർക്കാർ എന്ന ആരോപണമാണ് BJPയുടെ പ്രചാരണ മുദ്രാവാക്യം. രാജ്യത്തുടനീളം പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP വേട്ടയാടുന്നതിന്റെ തെളിവാണ് സോറന്റെ അറസ്റ്റെന്നാണ് JMMന്റെ പ്രതിരോധം. BJPയും JMMുമാണ് നിലവിൽ ജാർഖണ്ഡിലെ 2 പ്രബല ശക്തികൾ. ഇന്ത്യ മുന്നണി രൂപീകരിക്കും വരെയും JMMും RJDയും UPAയുടെ ഭാഗമായിരുന്നു. NDAയ്ക്കൊപ്പമുള്ള ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന പാർട്ടിക്കും സംസ്ഥാനത്തെ ഗ്രാമങ്ങളിൽ കൃത്യമായ സ്വാധീനമുണ്ട്. അതിനാൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് മത്സരം ആർക്കും നിസാരമല്ല. 2019-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ BJPക്ക് 11 സീറ്റുകളും സഖ്യകക്ഷിയായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയന് 1 സീറ്റും ലഭിച്ചു. UPAയുടെ ഭാഗമായിരുന്ന JMMും കോൺഗ്രസും ഓരോ സീറ്റ് വീതം നേടി. 14-ലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 12 സീറ്റുകളിലും 40% വോട്ട് വിഹിതത്തോടെ BJP വിജയിച്ചു. JMM വെറും 2 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് ഒരിടം പോലും ലഭിച്ചില്ല. ജാർഖണ്ഡിലെ രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കാൻ കെൽപ്പുള്ള വിഭാഗമാണ് ഗോത്രങ്ങൾ. 32 പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ജാർഖണ്ഡ് ഗോത്രം. ഇതിൽ 39.8% ഹിന്ദുമതാചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഗോത്രങ്ങൾ, 45% മറ്റു മതവിശ്വാസങ്ങൾ പിന്തുടരുന്നവരും. ഏതാണ്ട് 87 ലക്ഷത്തോളമാണ് സംസ്ഥാനത്തെ ഗോത്രവർഗ ജനസംഖ്യ. ജനക്ഷേമ പദ്ധതികൾ തന്നെയാണ് ഇവർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയവും. ജാർഖണ്ഡിൽ 14 മണ്ഡലങ്ങളിൽ 5 പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും 1 പട്ടികജാതിക്കാർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. ഹേമന്ത് സോറന്റെ പിതാവായ ഷിബു സോറന് ആധിപത്യമുണ്ടായിരുന്ന ST മണ്ഡലമായ ദുംക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP പിടിച്ചെടുത്തു. കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടയും സംസ്ഥാനത്തു നിന്നുള്ള BJPയുടെ മുഖമാണ്. പ്രധാനമന്ത്രിയുടെ ആദിവാസി വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ പോലും ഈ വിഭാഗങ്ങളെ സ്വാധീനിക്കാനാണ്. ഷിബു സോറന്റെ മരുമകൾ സീതാ സോറൻ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതും JMMന് തിരിച്ചടിയാണ്. ലോക്സഭ പോലെ തന്നെ ജാർഖണ്ഡ് നിയമസഭയും വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിമാരുടെ ഭരണകാലയളവ് പരിശോധിച്ചാൽ അതിലുമുണ്ട് കൗതുകം. മാറി മാറി വന്ന രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്തെ സർക്കാരുകൾക്ക് ഇടയ്ക്ക് വിശ്രമം നൽകി. BJPയുടെ രഘുബാർ ദാസ് മാത്രമാണ് 5 വർഷം പൂർത്തിയാക്കിയത്. ഹേമന്ത് സോറന് പോലും 4 വർഷവും 98 ദിവസവും മാത്രമാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനായത്. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും JMMോ കോൺഗ്രസോ ഇതുവരെയും സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ BJP തയ്യാറെടുക്കുമ്പോൾ കരുതലോടെ സ്ഥാനാർത്ഥി നിർണയത്തിന് തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണി. R. അച്യുതൻ, 24, ഡൽഹി. ജയകുമാർ, സിംഗപ്പൂരിൽ നിന്ന് ഒരു ആശയുണ്ടല്ലോ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ആശ പറയുന്ന ഒരു കാര്യം നമ്മൾ വായിക്കണം. ഒരു ചെറിയ തമാശയ്ക്ക് വേണ്ടി. 2 പേരെയും കണ്ടാലേ മാരേജ് റിസപ്ഷൻ നിൽക്കുന്ന പോലെ ഉണ്ട്. അതെന്തായാലും എറിച്ചു കേട്ടോ അല്ലേ? അതെ, കൊള്ളാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.